അബി കിടക്കയിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. ഓ, ശബ്ദമുണ്ടാക്കാതെ വന്ന് വാതിൽ തുറക്കടാ. അവൻ വേഗം എഴുന്നേറ്റ് കർട്ടൻ മാറ്റി നോക്കി. ഗ്ലാസ് ഡോറിന് പുറത്ത് നിൽക്കുന്ന അവളെ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ നിന്നു. അബി! ഷോക്കായി നിൽക്കുന്ന അവനെ അവൾ ഒന്നുകൂടി വിളിച്ചു. അവൻ തലയൊന്നു കുടഞ്ഞ് പതിയെ ഡോർ തുറന്നു. ആദി ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി അകത്തേക്ക് കയറി. നീ എന്താ ഇവിടെ? ആഹാ, ഇപ്പോൾ അങ്ങനെയായോ? നീയല്ലേ പറഞ്ഞത് കാണാൻ കിട്ടുന്നില്ല എന്ന്? അപ്പോൾ നിന്റെ പരാതി തീർക്കാമെന്ന് കരുതി. നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ എല്ലാവരും അന്വേഷിക്കില്ലേ? അബി വെപ്രാളത്തോടെ പറഞ്ഞു. എൻ്റെ അബി, നീ ഇങ്ങനെ മുള്ളിന്മേൽ നിൽക്കാതെ ഇങ്ങ് വാ. അവൾ അവൻ്റെ ചുമലിൽ പിടിച്ച് തള്ളി ബെഡിലേക്ക് ഇരുത്തി. അവന് അഭിമുഖമായി അവളും ഇരുന്നു. നീ എങ്ങനാ ഇങ്ങോട്ട് കയറിയത്? അതെന്താ, നിനക്ക് മാത്രമേ രാത്രി മതിൽ ചാടാൻ കഴിയൂ എന്ന് തോന്നിയോ? അത് നീ അറിഞ്ഞിരുന്നുവോ? പണ്ടൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം വന്നില്ലേ? അന്ന് കണ്ടിരുന്നു. ഞാനന്ന് സംസാരിച്ചതും കേട്ടോ? പിന്നെ നല്ല വെടിപ്പായിട്ട് കേട്ടു. നീ ചെവിയിൽ വന്ന് പറയുവല്ലായിരുന്നോ? എല്ലാം അറിഞ്ഞിട്ടും എന്നോട് ദേഷ്യപ്പെടാത്തതെന്താ? അറിയില്ല, എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നിയില്ല. പിന്നെ കുറച്ചു നേരത്തിന് അവർ 2 പേരും ഒന്നും മിണ്ടിയില്ല. അബിയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം വന്ന് നിറയാൻ തുടങ്ങി. എൻ്റെ പെണ്ണ് അത്രയും തിരക്കിനിടയിൽ എനിക്ക് വേണ്ടി മാത്രമായി വന്നിരിക്കുന്നു. അവൻ ഇമ ചിമ്മാതെ അവളെ തന്നെ നോക്കിയിരുന്നു. സ്കാർഫ് മുടിയിൽ ചുറ്റി വെച്ചിരിക്കുകയാണ്. ബ്ലാക്ക് കളർ ജീൻസും ബ്ലാക്ക് ഫുൾ സ്ലീവ് ടീഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. കണ്ണിൽ കൺമഷി എഴുതിയിരിക്കുന്നു. അതിൽ കൂടുതൽ ഒന്നുമില്ല. പക്ഷേ അവൾക്ക് ഏറ്റവും അലങ്കാരമായി നിൽക്കുന്നത് കീഴ്ചുണ്ടിലെ തൊട്ടു താഴെയുള്ള കറുത്ത പുള്ളിയാണ്. മനുഷ്യനെ കൊല്ലാതെ കൊല്ലുന്ന ഒന്ന്. താൻ ചോദിച്ചതിന് ഒന്നും മറുപടി പറയാതെ നോക്കി നിൽക്കുന്ന അവന് നേരെ അവൾ വിരൽ ഞൊടിച്ചു. അവനൊന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. നീ ഭക്ഷണം കഴിച്ചോന്നാണ് ചോദിച്ചേ? കുറച്ച് കഴിച്ചു. ദാ, ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അവളൊരു പാക്കറ്റ് എടുത്ത് അവന് നേരെ നീട്ടി. അവനത് തുറന്നു നോക്കിയതും മുറിയാകെ നല്ല ചൂട് ചിക്കൻ ബിരിയാണിയുടെ മണം പരന്നു. ഞാൻ കഴിച്ചില്ല. നിന്റെ കൂടെ കഴിക്കാമെന്ന് കരുതി കൊണ്ടുവന്നതാ. നീ എന്ത് പറഞ്ഞാ അവിടെ നിന്ന് പോന്നത്? അവിടെ ഗസ്റ്റുകളെല്ലാം കൂടി എനിക്ക് തലവേദന എടുക്കുന്നു. ഞാൻ സൂസൻ്റെ അടുത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയാണ് ഒന്നുണ പറഞ്ഞത്? അയ്യടാ, അതൊന്നുമല്ല. അവളുടെ അടുത്തേക്ക് പോകുക തന്നെയാണ്. പോകുന്ന വഴിക്ക് നിന്നെയും ഒന്നും കാണാമെന്ന് കരുതി. അത് കേട്ട് അവൻ്റെ മുഖമൊന്ന് മങ്ങി. അബിയുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങൾ ആദിയുടെ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിടർന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ആ പാക്കറ്റ് വാങ്ങി. അവൻ അവളെ എന്താണെന്ന രീതിയിൽ നോക്കി. നീ എങ്ങനാ ഇത് കഴിക്കുന്നത്? കൈക്ക് വയ്യാത്തതല്ലേ? ഞാൻ വാരിത്തരാം. അവൾ പറയുന്നത് കേട്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എന്തിനാ ഇങ്ങനെ മിഴിച്ചു നോക്കണേ? ഞാൻ കഴിക്കുമ്പോൾ നിനക്കും കൂടെ തരാമെന്ന് കരുതി, അത്രയുള്ളൂ. അവൾ കഴിക്കുന്നതിനൊപ്പം അവനും കൊടുത്തുകൊണ്ടേയിരുന്നു. അബിയുടെ കണ്ണുകൾ ഒഴുകാൻ വെമ്പി നിന്നു. ഓർമ്മയിൽ ആദ്യമായിട്ടാണ് അവൾ തനിക്ക് ഭക്ഷണം വാരി തരുന്നത്. വല്ലാത്ത രുചി തോന്നി അവന്. ഇതുകൊണ്ട് മാത്രമാണ് ആർക്കും വിട്ടുകൊടുക്കാതെ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കാമുകിയാവാനും ഉമ്മയാവാനും സഹോദരിയാവാനും ഭാര്യയാവാനും ഇവൾക്കേ കഴിയൂ. എല്ലാ ഭാവങ്ങളിലും എന്നെ സ്നേഹിക്കാൻ നിനക്കേ സാധിക്കൂ ആദി. മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നും വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു. എന്താടാ, ഇരിയുന്നുണ്ടോ? അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൾ ചോദിച്ചു. വെള്ളം എവിടെ? ഇവിടെ അതുമില്ലേ? നീ ഇരിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ആരെങ്കിലും കാണും. ആരും കാണാതെ ഞാൻ നോക്കിക്കോളാം. ആദി പമ്മി താഴേക്കിറങ്ങി അടുക്കളയിൽ കയറി വെള്ളമെടുത്ത് തിരിച്ച് കയറുമ്പോഴാണ് ഷബാനയുടെ റൂമിൽ നിന്ന് ഒരു സംസാരം കേട്ടത്. അബിയുടെ പേര് പറയുന്നത് കേട്ടതും അവൾ ഒന്നുകൂടി ചെവിയോർത്തു. അകത്തെ സംസാരം കേട്ട് അവൾക്ക് വിറഞ്ഞു കയറി. അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും ആരോ അവളെ പിടിച്ചെടുത്ത് റൂമിലേക്ക് വലിച്ചു കയറ്റി. റൂമിൽ ആദിയെയും കാത്തിരിക്കുകയായിരുന്നു അബി. ഒരുപാട് നേരമായിട്ടും കാണാതിരുന്നപ്പോൾ പോയി നോക്കാമെന്ന് കരുതി അവൻ വാതിലിനടുത്തേക്ക് നടന്നു. അവൻ വാതിൽ തുറന്നതും ആദി അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് അബിയുടെ ബാലൻസ് പോയി അവൻ നിലത്തേക്ക് ആഞ്ഞു. അത് കണ്ട് ആദി അവനെ പിടിച്ചെങ്കിലും രണ്ടും കൂടി താഴേക്ക് വീണു. ആദിയുടെ സ്കാർഫ് അഴിഞ്ഞ് നിലത്ത് വീണു. അവളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ 2 പേരുടെയും തലയിലും മുഖത്തുമായി ഒഴുകി പരന്നു. അവളുടെ കറുത്ത ചുരുണ്ട തലമുടി ഒരു പുതപ്പ് പോലെ അവരെ പൊതിഞ്ഞു. വേദന പോലും മറന്ന് തൻ്റെ മുകളിൽ കിടക്കുന്ന അവളെ അവൻ നോക്കി നിന്നു. തിങ്ങി നിറഞ്ഞ കൺപീലികൾ നനവാൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിൽ നിന്നും ഒരു വെള്ളത്തുള്ളി അവൻ്റെ മുഖത്തേക്ക് ഇറ്റി വീണു. അവരുടെ ഹൃദയമിടിപ്പ് കൂടി. ശ്വാസഗതി താളം തെറ്റി. അബിയുടെ മുഖഭാവം മാറുന്നത് കണ്ട് ആദി ഒന്ന് പതറിപ്പോയി. അവൾ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണു. വിട് അബി, നിനക്ക് വേദനിക്കുന്നില്ലേ? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞൊപ്പിച്ചു.
ഇത് കേട്ടതും അവൻ അവളുമായി ഒന്ന് മറിഞ്ഞു. തനിക്ക് മുകളിൽ കിടക്കുന്നവനെ അവളൊന്ന് പിടഞ്ഞുകൊണ്ട് നോക്കി. തനിക്ക് നേരെ മുഖം കുനിച്ച് വരുന്നവനെ കണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ്റെ ശ്വാസം തൻ്റെ ചുണ്ടുകളിൽ തട്ടുന്നുണ്ടായിരുന്നു. തൻ്റെ മുന്നിൽ കണ്ണടച്ച് തല ചിരിച്ച് കിടക്കുന്നവളെ മുഖത്തിലൂടെ അവൻ കണ്ണുകൾ പാഞ്ഞു നടന്നു. അവസാനം തന്നെ ഏറെ കൊതിപ്പിച്ചിരുന്ന അവളുടെ ഉണ്ടക്കവളിൽ അവൻ പല്ലുകൾ താഴ്ത്തി. വേദന കൊണ്ട് അവൻ്റെ ഷർട്ടിൽ അവൾ പിടിമുറുക്കി. കടിച്ചത് വേദന മാറാനെന്നോണം നാവും ചുണ്ടും ഉപയോഗിച്ച് അവൻ നുണഞ്ഞെടുത്തു. ആദിക്ക് നട്ടലിലൂടെ ഒരു തണുപ്പ് പടർന്നു കയറി. അഭി അവളിൽ നിന്ന് അകന്നു മാറി എഴുന്നേറ്റു. എന്നിട്ടും അനങ്ങാൻ കഴിയാതെ അവൾ നിലത്ത് തന്നെ കിടന്നു. ഒരു നിമിഷം കൈവിട്ടു പോയപ്പോൾ ചെയ്തതെങ്കിലും ആദിക്ക് ദേഷ്യമായോ എന്നവൻ ഭയന്നു. അവൻ വേഗം താഴെ കിടക്കുന്ന ആദിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സോറി ആദി, പെട്ടെന്ന് നിന്നെ അത്രയും അടുത്ത് കണ്ടപ്പോൾ അറിയാതെ പറ്റിപ്പോയതാ. തല കുനിച്ച് വിഷമത്തോടെ പറയുന്നവനെ കണ്ട് അവൾക്ക് ചിരി പൊട്ടിയെങ്കിലും അവളത് കടിച്ചു പിടിച്ച് ഗൗരവത്തോടെ അവനെ നോക്കി. എന്നാലും നീ എന്നോടിത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അത് കേട്ടതും അഭി അവളെ വിഷമത്തോടെ നോക്കി. നീ സോറി പറഞ്ഞതെന്ന് കരുതി ഈ കവളിലെ പാട് മാറുമോ? നാളെ കല്യാണമാണ്. ഞാനിത് എങ്ങനെ മറച്ചു പിടിക്കും റബ്ബേ? കണ്ണാടിയിൽ നോക്കി പറയുന്നവളെ കണ്ട് അവൻ ഞെട്ടി. ആദി, എന്താടാ? അപ്പോൾ നിനക്ക് ഒരു പ്രശ്നവുമില്ലേ ഞാൻ അങ്ങനെ ചെയ്തതിൽ? ആദി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാകും അഭി. അതും പറഞ്ഞ് അവൾ അവനടുത്തേക്ക് വന്നു ഒന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ പോട്ടെ, സൂസൻ കാത്തിരിക്കുന്നുണ്ട്, പിന്നെ വരാം. അവൾ പോകാനായി തിരിഞ്ഞതും അവൻ അവളെ പിറകിലൂടെ ചുറ്റിപ്പിടിച്ചു. പോവണ്ട ആദി, സ്റ്റേ വിത്ത് മീ ടുനൈറ്റ്. ഞാൻ ഒന്നും ചെയ്യില്ല, നിനക്ക് എന്നെ വിശ്വസിക്കാം. പ്ലീസ് ഡാ അഭി, അത് ശരിയാവില്ലടാ. ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു ആദി. നിനക്കെന്നെ മനസ്സിലാവുന്നതല്ലേ? ഐ റിയലി നീഡ് യു റൈറ്റ് നൗ. ആദി പിന്നെ ഒന്നും പറയാതെ അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകളിൽ പിടിമുറുക്കി. ആ റൂമിലെ വലിയ കട്ടിലിൽ രണ്ട് അറ്റത്തായി മുഖത്തോട് മുഖം നോക്കി അവർ കിടന്നു. അഭി, വാട്ട് വാസ് യുവർ പ്ലാൻ അബൌട്ട് അസ്? എന്നെ എങ്ങനെ സ്വന്തമാക്കുമെന്നാണ് കരുതിയിരുന്നത്? നീ നാട്ടിൽ വന്ന ഉടനെ നിന്നോട് പറഞ്ഞ് നിന്നെ കൺവിൻസ് ചെയ്യാം എന്നാണ് കരുതിയിരുന്നത്. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയാൽ ഉടനെ വിവാഹവും. ചിറക്കലെ സുൽത്താനെയല്ലേ പ്രണയിക്കുന്നത്? അപ്പോൾ അത്യാവശ്യം വരുമാനം വേണ്ട എൻ്റെ കയ്യിൽ. പക്ഷേ എല്ലാം കൈവിട്ടുപോയി. നീ വരുന്നതറിഞ്ഞിട്ട് സന്തോഷത്തോടെ വീട്ടിലെത്തിയ ഞാൻ അറിഞ്ഞത് നിൻ്റെ വിവാഹത്തെക്കുറിച്ചായിരുന്നു. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നിന്നെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. നീ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ നിൻ്റെ ജീവിതത്തിൻ്റെ വില്ലനായി മാറിയേനെ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലാതെ. ഏത് വിധേനയും നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കും. വല്ലാത്ത ഒരു ഭാവത്തോടെ അവൻ പറഞ്ഞു നിർത്തി. 3 മാസം കൂടി കഴിഞ്ഞാൽ നിനക്ക് 21 തികയില്ലേ? അതെ, അതിന്? കുസൃതി കണ്ണുകളോടെ തന്നോട് ചോദിച്ചവളെ അവൻ സംശയത്തോടെ നോക്കി. ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. എന്ത്? അവൻ കിടന്നിടത്ത് നിന്നും ഞെട്ടി എഴുന്നേറ്റു. അത് കണ്ട് ആദ്യം എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. നിന്റെ പ്ലാൻ അനുസരിച്ചാവുമ്പോൾ നിന്നെ കെട്ടാൻ എനിക്ക് ഇനിയും 4-5 വർഷം കാത്തിരിക്കണം. എന്തിനാ അത്രയും സമയം വേസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ ആർക്കും നമ്മുടെ കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല. ദെൻ വൈ ഷുഡ് ഐ വെയിറ്റ്? ജോലിയും കൂലിയും ഇല്ലാത്ത ഞാൻ എങ്ങനെയാ നിന്നെ കെട്ടി കൂടെ കൂട്ടുന്നത് ആദി? അതിനെന്താ പ്രശ്നം? എനിക്കുണ്ടല്ലോ, അതുപോരെ. എന്നാലും അതൊന്നും ശരിയാവില്ല. അതൊക്കെ ശരിയാകും. നീ നിൻ്റെ കോംപ്ലക്സ് എടുത്ത് കളാം. എത്രയോ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് പഠിക്കുന്നു. അവരുടെ കാര്യമൊക്കെ നോക്കുന്നത് അവരെ വിവാഹം ചെയ്തവരല്ലേ. അതിൽ ആണ് പെണ്ണ് എന്നൊന്നുമില്ല. നീ പ്രാക്ടീസ് തുടങ്ങുന്നത് വരെയല്ലേ ഉള്ളൂ. അതുവരെ ഞാൻ നിന്നെ നോക്കിക്കോളാം. അത് കഴിഞ്ഞാൽ നിൻ്റെ ഇഷ്ടംപോലെ ആവാമല്ലോ. എനിക്കെന്തോ ഈ വിവാഹം പെട്ടെന്ന് നടത്താൻ നിനക്ക് മറ്റെന്തോ കാരണമുള്ളതുപോലെ തോന്നുന്നു. ആ, തോന്നിയല്ലോ. അപ്പം മോൻ വേഗം സമ്മതിച്ചേക്ക്. 3 മാസമുണ്ട് നിനക്ക്. അതിനുള്ളിൽ നീ എനിക്കുള്ള മഹർ ഉണ്ടാക്കിയേക്ക്. അതൊക്കെ എന്നേ റെഡിയാണ്. ഇപ്രാവശ്യം ഞെട്ടിയത് ആദിയായിരുന്നു. ഉമ്മയുടെ വീട് എനിക്ക് ഉപ്പ തരുമ്പോൾ ഉമ്മച്ചിയുടെ ആഭരണങ്ങളും എന്നെ ഏൽപ്പിച്ചിരുന്നു. എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് നിനക്കുള്ള മഹറാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ നിനക്കുള്ള മഹർ ഉണ്ടാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ശരി, അപ്പോൾ ആ പ്രശ്നവും സോൾവ് ആയല്ലോ. ഇനി നമുക്ക് ഉറങ്ങാം. എനിക്ക് പുലർച്ചെ എഴുന്നേറ്റ് ആരും കാണാതെ ഇവിടുന്ന് പോവാനുള്ളതാ. അവർ ഉറങ്ങുമ്പോൾ ദേഹം പുണർന്നില്ലെങ്കിലും കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു. രാവിലെ അഭി ഉണർന്നപ്പോഴേക്കും ആദി പോയി കഴിഞ്ഞിരുന്നു. തലേന്ന് രാത്രി അവളോടൊത്ത് ചെലവഴിച്ച നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അധികം വൈകാതെ തന്നെ ആദി തൻ്റെ ഭാര്യയാകുമെന്ന ചിന്ത അവനെ കോരിത്തെരിപ്പിച്ചു. അവൾ കിടന്നിരുന്ന തലയണയിൽ മുഖം പൂഴ്ത്തി അവളുടെ ഗന്ധം ആസ്വദിച്ച് കിടന്നു അവൻ.
2 പെൺകുട്ടികളുടെയും വീട്ടിൽ വെച്ചായിരുന്നു നിക്കാഹ്. അത് കഴിഞ്ഞ് വൈകുന്നേരം തറവാട്ടിൽ വെച്ച് റിസപ്ഷനും. കല്യാണത്തിന് വന്നവർക്കെല്ലാം അറിയേണ്ടത് ആദിയുടെ കാര്യമായിരുന്നു. സെബീനയെ കൊള്ളിച്ചും ആദിയെ കുറ്റപ്പെടുത്തിയും അവർ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ സെബീനയും കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആർക്കും മുഷിച്ചിൽ വേണ്ട എന്ന് കരുതി അവളൊന്നും പറയാൻ പോയില്ല. പക്ഷേ അവരുടെ വാക്കുകൾ അവളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാവരും തറവാട്ടിൽ തന്നെ നിന്നു. ഷാ റൂമിൽ തൻ്റെ ലാപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സെബീന അങ്ങോട്ട് വന്നത്.